കാണാൻ പറ്റുന്ന ഒരു സീരിയസ് റോളിൽ ലാഗില്ലാണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സീരിയസ് സിനിമ ആദ്യമായിട്ടാണ് വന്നത്. അത് ഇത്രയും നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെയിമിൽ ഒരു തകർത്താടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അർജുന അശോകനും ആറാടി തീർത്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി മികച്ചാണ്. സ്റ്റോറി വൈസ് ആണെങ്കിലും ഒരു പുതുമ നിറഞ്ഞ സബ്ജക്റ്റാണ്. നമ്മൾ സുധീർക്കെ പണ്ട് ഡ്രാക്കുള ചെയ്തിരിക്കുന്നത്. ഇത് വ്യത്യസ്തമായിട്ടൊരു പ്രേത അനുഭവമാണ് ഈ ബ്രഹ്മയുഗ സിനിമ. പേടിക്കാൻ ധൈര്യമുള്ളവർ ധൈര്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണും. കൊള്ളായിരുന്നു കണ്ടിരിക്കാം. അവർ 3 പേരുടെ മുഖം മാത്രമേ ഒന്നും തോന്നൂല. ആ ഒരു ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം വരെ നന്നായിരുന്നു. ഒരു ഹൊറർ ത്രില്ലറാണ് കണ്ടിട്ട്. ഹൊറർ ത്രില്ലർ അങ്ങനെ അഭിനയത്തിൽ എല്ലാവരും മമ്മൂട്ടിൻ്റെ ആക്ഷൻസൊക്കെ നല്ല അതിലേക്ക് മുഴുകിയിരുന്ന് കണ്ട ആൾക്കാർക്ക് ബേസിക്കലി മമ്മൂട്ടിൻ്റെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിലേക്ക് കണ്ടിരുന്ന് കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങളൊന്നും കണ്ടില്ലേ? കാണും. പൊളിയല്ലേ? ഇത്ര ജീവിതത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയും അഭിനയം തുടങ്ങിയിട്ട് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുണ്ട്. അപ്പോൾ അതിന് രാഹുലേട്ടനോട് ഭയങ്കര ബിഗ് താങ്ക്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നതിനും ഇങ്ങനത്തെ ഒരു പടം മേക്ക് ചെയ്തതിനും പടം കണ്ടിട്ട് ബാക്കി എങ്ങനെയാണ് എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അത് പൊളിയായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ഒരു അടിപൊളിയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല മെമ്മറീസ് കിട്ടി. ആ എക്സൈറ്റ്മെൻറ്റോട് തന്നെയാണ് നമ്മൾ പോയി കാണാനും വന്നത്. ആ ഒരു ലെവല് ശരിക്കും പറഞ്ഞാൽ അത് എത്തിച്ചു. താങ്ക് യു.